നമ്മുടെ ഡീമൺ സ്ലേയറിൽ മുസാന്റെ കീഴിൽ വരുന്ന 6 അപ്പർ മൂണിലെ അപ്പർ മൂൺ നമ്പർ 2 ആണ് നമ്മുടെ ഡോമ എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് ഡോമ ഒരു ഡീമൺ ആയത്, അതുപോലെ തന്നെ ആളുടെ ബാക്ക് സ്റ്റോറി കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയുടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഡോമ. നമ്മുടെ ഡോമന്റെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡീമൺ സ്ലേയറിൽ തന്നെ ഏറ്റവും നാറിയായിട്ടുള്ള ഡീമൺ എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ ഡോമ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡോമന്റെ ബാക്ക് സ്റ്റോറി നമുക്ക് പറയുകയാണെങ്കിൽ ഡോമ ജനിച്ച സമയത്ത് തന്നെ ആളുടെ ഒരു ഐസ് എന്ന് പറയുന്നത് ഒരു റെയിൻബോ കളറാണ്. സോ അവൻ്റെ പേരൻസ് അതുപോലെ തന്നെ അവിടെ ഉള്ളവർ ഈ ഒരു ഐസ് ഒരു ഗോഡിൻ്റെ ബ്ലെസ്സിങ് ആണ്. സോ ഇവന് ഗോഡിൻ്റെ വോയിസ് ഒക്കെ കേൾക്കാൻ സാധിക്കും പറഞ്ഞിട്ട് എന്ത് ചെയ്യാറ് പിന്നെ ഒരു കൾട്ടിൻ്റെ മെയിൻ ആക്കി വിട്ടു. സോ എല്ലാവരും ഇവനെ വർഷിപ്പ് ചെയ്യാൻ, എന്താ പറയുക, എല്ലാവരും ഇവനെ ദൈവത്തിൻ്റെ ഒരു ലെവലിൽ വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഇവനോട് ഇതിൻ്റെ സങ്കടവും കാര്യങ്ങളെല്ലാം പറയാം. സോ ഇവൻ ഇത് കേട്ട് 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 മടുക്കാൻ തുടങ്ങി. സോ ഇവൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൾട്ടിൻ്റെ പിന്നിലുള്ള എല്ലാ ഫീമെയിലായിട്ടും ഭയങ്കര അഫെയറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാരണം ഇവൻ്റെ അമ്മ എന്ത് പറഞ്ഞാൽ ആളെ കുത്തി 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 അങ്ങനെ ബ്രൂട്ടലായിട്ട് കൊല്ലുകയാണ്. സോ ഇത് നമ്മുടെ ഡോമൻ്റെ റൂമിൽ വെച്ചിട്ടായിരുന്നു എല്ലാം ചെയ്ത്, ആളുടെ ഫ്രണ്ടിൽ വെച്ചിട്ടായിരുന്നു. സോ ഇത് കണ്ട ഡോമയ്ക്ക് സങ്കടമോ കാര്യമോ ഒന്നും വന്നില്ല. എൻ്റെ റൂം ഒരിക്കലും ഡേർട്ട് ആക്കരുത് ബ്ലഡ് കൊണ്ട്, ഒരൊറ്റ മൈൻഡ് സെറ്റ് ആയിരുന്നു അവൻ്റെ ഒരു മൈൻഡിൽ വന്നത്. അപ്പോഴേ മനസ്സിലാക്കി ഇവന് ഇമോഷനും കാര്യങ്ങളൊന്നുമില്ല. സോ ഇവന് ഈ ഡെയിലി ഈ ആൾക്കാരുടെ ഈ ഒരു കൾട്ടിലെ ആൾക്കാരുടെ പ്രശ്നവും കാര്യങ്ങളും എല്ലാം കേട്ട് 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 ആൾക്കേ ബോറടിക്കാൻ തുടങ്ങി. എന്താ പറയുക, എഗെയിൻ നമ്മുടെ ഡോമിൻ്റെ ലൂപ്പ് കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് അവൻ്റെ കട്ടിലുള്ള മെമ്പേഴ്സ് വരുന്നു, അതിൻ്റെ സങ്കടങ്ങൾ പറയുന്നു, ഇവനെ അത് കേൾക്കുന്നു, അതിൻ്റെ അഡ്വൈസ് കൊടുക്കുന്നു. സോ ലൈഫേ ബോറടിച്ച് പോച്ചടാ എന്നൊരു മൈൻഡ് സെറ്റ് ആയി നമ്മുടെ ഡോമയ്ക്ക്. ആ ഒരു ടൈം ആകുമ്പോൾ, ഏകദേശം ഒരു 20 വയസ്സായ ടൈം ആകുമ്പോൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാൾ ഇവനെ കാണാത്തതാണ്. അത് മറ്റാരുമല്ല, മൂസാൻ കിബുത്സുചി, ഡീമൻ കിങ് എന്നെ കാണാൻ നിർത്തുകയാണ്. സോ ആള് ബ്ലഡ് കൊടുത്തിട്ട് എനിക്ക് ഡീമൻ ആകാനുള്ളൊരു ചാൻസ് കൊടുക്കുകയാണ്. സോ ബോറടിച്ച് നമ്മൾ ഈ ഡോം എന്ത് ചെയ്യുകയാണ്, ആ ഒരു ഓഫർ എടുക്കുകയാണ്. അപ്പർ മൂണായ ശേഷവും ആളെന്താ ആ ഒരു കൾട്ടും കാര്യങ്ങളും ഒരിക്കലും ഉപേക്ഷിച്ചില്ല. സോ അവൻ്റെ അഡ്വൈസ്, അവൻ്റെ ഒരു പ്രശ്നം കാര്യങ്ങളെല്ലാം കേട്ട് നമ്മുടെ ഡോം അടുത്ത് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫീമെയിലായി വരുന്ന അട്രാക്റ്റീവ് വുമൻസിനെല്ലാം മുപ്പർ കൺസ്യൂം ചെയ്യാണ്. ഇതിൻ്റെ റീസണായിട്ട് ആൾ പറയുന്നത് പറഞ്ഞാൽ വുമൻസ് എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷ്യസ് ആണ്. സോ ലാക്ടേറ്റിംഗ് വുമൻസ് ആണ്. സോ അതിനെ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെങ്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഡോമ ഈ പരിപാടിയെല്ലാം ചെയ്യുന്നത്. സോ ഈ ഒരു കൾട്ടിൻ്റെ പുറകിൽ മൂപ്പർ ഒരുപാട് ഫീമെയിൽസിനെ കൺസ്യൂം ചെയ്യുകയാണ്. സോ ഒരുപാട് ഫീമെയിൽസ് വരുന്ന ഈ ഒരു കൾട്ടിലേക്ക് വന്നിട്ടുള്ള ഒരു ഫീമെയിൽ ക്യാരക്ടറായിരുന്നു നമ്മുടെ ഇനോസ്കിൻ്റെ അമ്മ എന്ന് പറയുന്നത്. സോ ഇനോസ്കിൻ്റെ അമ്മ എന്താ പറയുക, ഒരു ഭയങ്കര കമ്പനിയും കാര്യമെല്ലാം നമ്മുടെ ഡോമയ്ക്ക് കൊടുക്കുന്നുണ്ട്. ആ ഒരു കമ്പനി എന്താ പറയുക, നമ്മുടെ ഡോമ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ കൺസ്യൂം ചെയ്യേണ്ട മെൻറ്റാലിറ്റി ആ ഒരു മാറ്റുകയാണ് നമ്മുടെ ഡോമ. അത് ഒരിക്കലും ചിന്തിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ഇനോസ്കിൻ്റെ അമ്മയ്ക്ക് നമ്മുടെ ഈ ഒരു ഡോമ ഈ ഒരു ഫീമെയിൽസിനെല്ലാം കൊന്ന് കഴിക്കുന്ന ഒരു ഡാർക്ക് റിയാലിറ്റി മനസ്സിലാക്കുകയാണ്. സോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാണ്. പക്ഷേ നമ്മുടെ ഡോമ അവളെ പിടിക്കുകയും ചെയ്യാണ്. വേറെ ഒരു വഴിയില്ലാതെ നമ്മുടെ ഡോമേനെ അവിടെ ഉപേക്ഷിക്കേണ്ടി വരികയാണ് നമ്മുടെ ഇനോസ്കിൻ്റെ അമ്മയ്ക്ക്. സോ പിന്നീട് നമ്മുടെ ഇനോസ്കിനെ വളർത്തുന്നത് അവിടുത്തെ ബോർഡ്സാണ്. സോ അങ്ങനെയാണ് ആൾ ഈ ഒരു ബ്രീത്തിങ് കാര്യങ്ങളെല്ലാം പഠിക്കുന്നത്. അപ്പാർട്ട് ഫ്രം ദ ബാക്ക് സ്റ്റോറി, നമ്മുടെ ഡോമിൻ്റെ ഈ ഒരു എബിലിറ്റിയും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ആൾക്ക് ഈ ഒരു ഐസിനെ ജനറേറ്റ് ചെയ്യാനും ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇഷ്ടമുള്ള ക്ലോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. പിന്നെ മറ്റൊരു എബിലിറ്റി എന്ന് പറയുന്നതാണ് നമ്മുടെ ഡോമയ്ക്ക് റീജനറേഷൻ എബിലിറ്റി കൂടുതലാണ്. കമ്പയർ ടു അതർ അപ്പർ മൂൺസ് നമ്മുടെ ഡോമയ്ക്കാണ് ഏറ്റവും കൂടുതൽ റീജനറേഷൻ പവർ കൂടുതലാണ്. അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ അക്കാസ് ഈ ഒരു ഇൻഫിനിറ്റി കാസ്റ്റിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ ഡോമൻ്റെ ലോവർ ജോയിനെ ഇല്ലാതാക്കുന്നുണ്ട്. സോ ഒരു പെട്ടെന്നൊരു സിമ്പിൾ എമൗണ്ട് ഓഫ് ടൈം കൊണ്ട് തന്നെ അത് പെട്ടെന്ന് റീജനറേറ്റ് ചെയ്യുന്നുണ്ട്. കമ്പയറിംഗ് ടു അതർ അപ്പർ മോഡ്സ് നമ്മുടെ ഡോമിക്ക് റീജനറേഷൻ എബിലിറ്റി കൂടുതലാണ്. പിന്നെ നമ്മുടെ ഡോമിൻ്റെ ഒരു മറ്റൊരു വെപ്പൺ എന്ന് പറയുന്നത് വീശരി ഉള്ള ഒരു ഫാൻ. സോ ഈ ഒരു ഫാൻ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടൈപ്പ് ഓഫ് ആയിട്ടുള്ള റേസസ് സാധനം, അത്രയും ഷാർപ്നെസ് ഉള്ള സാധനം ഏതൊരു ഇതിന് വേണമെങ്കിൽ കട്ട് ചെയ്ത് പാസ് ചെയ്തു. അത്രയ്ക്കും സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു വെപ്പനാണ് ഈ ഒരു ഫാങ് എന്ന് പറയുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മുസാനെ തീരെ ഇഷ്ടമില്ലാത്ത ഒരു അപ്പർ മൂണാണ് നമ്മുടെ ഡോം എന്ന് പറയുന്നത്. സ്വാഭാവികം. അതായത് നമ്മുടെ കൊക്കുഷിബ അപ്പർ മൂൺ 1 ഒരു പാർട്ട്ണർ ലെവലിലും അതുപോലെ തന്നെ അക്കാസിനെ അപ്പർ മൂണായി 3 ആയുള്ള അക്കാസിനെ അത്രയും റെസ്പെക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ മൂസാൻ. നമ്മുടെ ഡോമിനെ കെയറേ ചെയ്യില്ല. സോ ഗൈസ്, ഞാൻ അങ്ങനെ ഡോമിനെ കുറിച്ചുള്ള ഏകദേശം കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ കവർ ചെയ്ത് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവോ കാര്യങ്ങളോ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ടെൽ മീ ഇൻ ദ കമൻറ്റ്സ്. സോ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.